ഹലോ ഗൈസ്, വെൽക്കം ടു ബിസ്മി കിച്ചൺ. ഞാൻ ഇന്നെൻ്റെ സ്പെഷ്യൽ റെസിപ്പി കാണിക്കുകയാണ്. മുള്ളാത്ത ചക്ക തോരൻ. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: പച്ചമുളക് 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില 1 തണ്ട്, ഇഞ്ചി 1 ചെറിയ കഷ്ണം, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി 4 കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ചെറിയുള്ളി കുറച്ച്, ശകലം തേങ്ങാപ്പീര്. ഇത്രയും കൂടെ ഇത് മുഴുവനും ഒന്നിച്ച് ചേർത്ത് പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം ഒരു ശകലച്ചായിട്ട് മഞ്ഞൾപ്പൊടി, ജീരകത്തിൻ്റെ പൊടിയും ഉപ്പും കൂടെ ചേർത്ത് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കടുക് താളിച്ചെടുക്കണം. അത് കാണിച്ച് പിന്നെ എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിനകത്തിട്ട് ഒന്ന് കൈക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ കടുക് താളിച്ച് അതിനകത്തേക്ക് ഇട്ട് ചമ്മി. ഈ ചക്കയെന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. ഇത് എല്ലാവർക്കും ഒന്നും പഴുത്തത് ഇഷ്ടമാണെന്നൊന്നും തോന്നുന്നില്ല. ചിലർക്കൊന്നും അതിൻ്റെ രുചി ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ആക്കി കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇതിന് ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ക്യാൻസറിനെതിരെ പ്രതിരോധിക്കുന്ന ഒരു സാധനമാണ് ഈ മുള്ളാത്ത ചക്കയെന്ന് പറയുന്ന സാധനം. അപ്പം അതെല്ലാവരും കഴിക്കുന്നത് നല്ലതായിരിക്കും. വന്നതിനെ തടയാനും വരാതിരിക്കാനും നല്ലതാണ്. ഇനി എണ്ണയിലേക്ക് കടുകിട്ട് കടുക് പൊട്ടിയതിന് ശേഷം ഈ കൂട്ടി വെച്ചിരിക്കുന്ന മിക്സ് അതിനകത്തിട്ട് നന്നായിട്ട് വഴറ്റി ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കും. ഇത് എന്താ പറയുക, ഒത്തിരി നല്ല ടേസ്റ്റാണ് ഇതിന്. സാധാരണ ഇതിങ്ങനെ വെച്ചെന്ന് വെച്ചാലും എന്താ പറയുക, നല്ല ടേസ്റ്റാണ്. ഇത് പെട്ടെന്ന് അറിയാൻ പറ്റില്ല ഇത് ഇന്ന സാധനം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നതെന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. കടച്ചക്ക വയ്ക്കുന്ന പോലൊന്നുമല്ല, കടച്ചക്ക കഴിഞ്ഞും നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. ഇനി ചെറിയ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. 10 മിനിറ്റത്തെ ഒരു പിന്നെ വേകാനുള്ളൊരു സമയം മാത്രം മതി. ചെറുതായിട്ട് അരിയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ ഇത് ഒരു പ്രാവശ്യം വെച്ച് കഴിച്ച് നോക്കിയാൽ ഉറപ്പായിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും വെച്ച് കഴിക്കും. അത് എവിടെ നിന്നെങ്കിലും മേടിച്ചെങ്കിലും കഴിച്ചിരിക്കും. അതൊക്കെ പിന്നെ കൊച്ചു പിള്ളേരെയൊക്കെ കഴിപ്പിക്കാൻ നല്ല പിന്നെ അവർ പഴമായിട്ടോ അല്ലാതെയോ കഴിക്കാത്തവരെയൊക്കെ കഴിപ്പിക്കാൻ നല്ലൊരു വിഭവമാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വാച്ച് ചെയ്തതിൽ താങ്ക്സ്.